ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ജാമാണ്. അതിനുവേണ്ടി എൻ്റെ കയ്യിൽ ഒരു 2 കിലോയോളം പഴുത്ത പ്രിയൂർ മാങ്ങ ഇരിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കേടുവന്ന് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ജാം ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചത്. കുട്ടികൾ വരുമ്പോഴേക്കും നമുക്കത് എടുത്തു വയ്ക്കാമല്ലോ. ഇനി പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക കുറേശ്ശ, പിന്നെ ഒരു അരമുറി നാരങ്ങ, കുറച്ച് നെയ്യ്, 2 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർക്കാം നോക്കിയിട്ട്. ഇനി ആ മാങ്ങ മുഴുവൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ആ പൾപ്പ് നമ്മൾ ഇനി ഒരു പാനിലിട്ടിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. നല്ല പോലെ തിളച്ച് ഈ നിറമൊക്കെ മാറി വരണം. നമ്മളിതിൽ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ആ പട്ട, ഗ്രാമ്പൂ ഒക്കെ അതിലേക്കിടുക. എന്നിട്ട് നെയ്യ്, ഞാനൊരു 2-3 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാലം ഇരിക്കേണ്ടതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യിലിട്ട് വരട്ടണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. കേടുവരാതിരിക്കാനുള്ള ഏക വസ്തു നാരങ്ങ മാത്രമാണ് ഇതിൽ. പഞ്ചസാര, ആവശ്യമുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടി പിടിക്കരുത്. നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി അതിൻ്റെ നിറമൊക്കെ മാറി മാറി വരുന്നത് നമുക്ക് കാണാം. കളറൊക്കെ മാറി വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകി തുടങ്ങി. കണ്ടു, കുറുകി തുടങ്ങി. കുറച്ചുകൂടെ ഒരു വെള്ളമേ വറ്റാവുള്ളൂ. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാകമായി. ഇനി എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് വീഴാൻ പാടില്ല. അപ്പോൾ ഒന്നുകൂടി കുറുക്കിയെടുക്കണം. നല്ല കട്ടിയിൽ കുറുക്കിയെടുക്കുക. കണ്ടോ, നല്ല പാകമായി. ഇനി അത് കേടുവരില്ല. നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നല്ല സ്വാദിഷ്ടമായ മാംഗോ ജാം റെഡിയായി.